ബിഗ് ബോസ് സീസൺ 6 കക്ഷത്തിലുള്ളത് പോയതറിഞ്ഞപ്പോൾ ഉള്ളത് കിട്ടാൻ വേണ്ടിയുള്ള പെടാപ്പാണ് ഇന്നത്തെ എപ്പിസോഡിലെ സോഫ സമ്മേളനം. ഫസ്റ്റ് ഡേ മുതലുള്ള കംഫർട്ട്സ് ആണായിരുന്നല്ലോ. കടിക്കാനും മാന്താനും നുള്ളാനും ഉമ്മ വയ്ക്കാനും എന്തെല്ലാം ചെയ്യാനുമുള്ള കംഫർട്ട് സോൺ. ആ വീട്ടിലുള്ളവരെല്ലാവരെയും ഡിസ്കംഫർട്ടാക്കിയുള്ള കംഫർട്ട് സോൺ. എല്ലാവരും പറഞ്ഞപ്പോഴും തങ്ങൾ തെറ്റൊന്നും ചെയ്യുന്നില്ല, കാണുന്നവരുടെ കണ്ണിലാണ് തെറ്റ് എന്ന് പറഞ്ഞപ്പോഴും വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് 1000 വട്ടം പറഞ്ഞ് ആ വ്യക്തിയുടെ ഫീലിങ്സും ആ കൊടുത്ത വാക്കിനുള്ള കമ്മിറ്റ്മെന്റും ഒന്നിനും വകവെക്കാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അതെല്ലാം തെറ്റിപ്പോയി, എല്ലാം മാറിപ്പോയി എന്നറിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു നാടകം, എല്ലാം വൈറ്റ് വാഷ് അടിക്കാൻ. എന്തിനാണ്? ഇനി ഇതെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അതോ ഇനി അടുത്ത 45 ദിവസം നിൽക്കാനുള്ള ഒരു പ്ലാനാണോ? സ്വന്തം അപ്പം ഒന്ന് പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും ഈ ഷോയേക്കാളൊക്കെ എനിക്ക് വലുതാണെന്ന് പറഞ്ഞാലും നൈസായിട്ട് മാറിപ്പോയി. ഇനി നെക്സ്റ്റ് മൂവാണോ, നെക്സ്റ്റ് ഗെയിമാണോ? എന്തിൻ്റെ പ്ലാൻ ആയാലും എന്തിനൊക്കെ വേണ്ടിയാണെങ്കിലും വളരെ ബാഡായിപ്പോയി, വളരെ ബാഡ് ഗെയിമാണ്. റിലേഷൻഷിപ്പും ഫ്രണ്ട്ഷിപ്പും അല്ല, പിന്നെ എന്താണ് അവർ ഈ ബന്ധത്തിലൂടെ നമ്മളോട് പറയാൻ ട്രൈ ചെയ്യുന്നത്? സിറ്റുവേഷൻഷിപ്പാണോ അതോ ഫ്ലേട്ടിംഗ് ആണോ? പുറത്തൊരാൾക്ക് 1000 വട്ടം ഒത്തിരി വട്ടം കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് ആ കമ്മിറ്റ്മെന്റ് എന്തെവിടെ? അതിനൊന്നും ഒരു വാല്യൂ ഇല്ലേ? അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ലേ? പിന്നെ അവരുടെ ഫീലിങ്സിന് കെയർ ചെയ്യണ്ടേ? ഇതൊന്നും സ്വന്തം വീട്ടുകാരെ കെയർ ചെയ്യണ്ടേ? ഇതൊരു ഗെയിമാണ്, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലൈഫുണ്ട്. ഇതൊക്കെ മറന്നിട്ടുള്ള ഗെയിം എവിടെ ചെന്ന് അവസാനിക്കും? എന്തിനാണ് ഇങ്ങനെ? ഇതിനെ അതോ കംഫോർട്ട് സോണിൽ ചെന്ന് പെട്ടപ്പോൾ അവർ ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങൾ അവർ തന്നെ മറന്നുപോയതാണോ? ക്യാമറകളുണ്ട് എന്ന് പറഞ്ഞ് ഒരു നിമിഷം എന്തൊക്കെയോ ചെയ്തതാണോ? എന്തൊക്കെയോ പറഞ്ഞതാണോ? എന്നിട്ട് ഒന്ന് പിഴച്ചു എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ അത് മനസ്സിലായപ്പോൾ അതിനെ വൈറ്റ് വാഷ് അടിക്കാനാണോ ഇങ്ങനെ കൂടിച്ചേർന്നിരുന്ന് ഭയങ്കരമായ നാടകവും ഭയങ്കരമായ ഓവർ ആക്ടിങ്ങും? കഷ്ടം തന്നെയാണ്.